Hi dears, welcome back to Variety Recipes. ചെറുപഴം കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ചക്കച്ചുള പൊരിച്ചതുപോലെ ഇരിക്കുന്ന ഈ സ്നാക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. വളരെ സോഫ്റ്റും യമ്മിയുമാണ്. കഴിക്കും തോറും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ചെറിയ വലിപ്പത്തിലുള്ള ചെറുപഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ സൈസിലുള്ളതാണെങ്കിൽ നടുവേ രണ്ടാക്കി പിളർന്നിട്ട് എടുക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. വളരെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പത്തിൻ്റെ പൊടി ചേർത്താൽ മതിയാകും. അപ്പപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മൈദയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും ചേർക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടയില്ലാതെ കുറച്ച് കട്ടിയിലുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുക. ദോശമാവിൻ്റെ അയവിലും കുറച്ചുകൂടി തിക്നെസ് ഉള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ട് ഇത് കലക്കിയെടുക്കുക. കുറച്ച് കുഴമ്പ് രൂപത്തിലുള്ള ബാറ്ററാണ് വേണ്ടത്. ഇപ്പം നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പഴം ഓരോന്നും അരിപ്പൊടിയിൽ മുക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ബാറ്ററിന് ഉപയോഗിച്ച നൈസായ പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പഴവും ഈ പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോ പഴവും ബാറ്ററിൽ മുക്കി ഇതിലേക്ക് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തി വേണം ഇടാനായിട്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഞാനിപ്പോൾ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് 3 എണ്ണമേ ഞാൻ ഇടുന്നുള്ളൂ. 3 എണ്ണം വീതമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് മറ്റേ സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. വളരെ ചെറിയ പഴമായതുകൊണ്ട് ഞാൻ മുഴുവനോടെയാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയ പഴമാണെങ്കിൽ നമുക്ക് നടുവേ പിളർന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ചക്കച്ചുളയുടെ വലിപ്പമേ ഉള്ളൂ. അപ്പോൾ ചക്കച്ചുള ഫ്രൈ ചെയ്തതുപോലെ തന്നെയാണ് ഇരിക്കുന്നതും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചക്കച്ചുള പൊരിച്ചത് കഴിക്കുന്നത് പോലെയാണ്. വളരെ സോഫ്റ്റും യമ്മിയുമാണ്. ഏത്തപ്പഴം പൊരിക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ ഏത്തപ്പഴം പൊരിച്ചാൽ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.